ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട മനുഷ്യരെല്ലാവരും കേട്ടിട്ടുള്ള ഒരു സാധനമായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം കൊല്ലം കഴിയാനായത് കാരണം തന്നെ നമ്മൾ ഇൻസ്റ്റ എടുത്താലോ യൂട്യൂബ് എടുത്താലോ എന്തെടുത്താലോ മാനിഫെസ്റ്റേഷൻ, വിഷൻ ബോർഡ്, അടുത്ത കൊല്ലത്തിലേക്കുള്ള പ്ലാൻസ്, ഇങ്ങനത്തെ വീഡിയോസാണ് നിറയെ ഉള്ളത്. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഇത് എന്താണ് എന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഇസ് എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അവർ ഗോൾസ് ആൻഡ് ഡ്രീംസ് ദാറ്റ് വി ആർ പ്ലാനിങ് ഫോർ ദി ഇയർ അഹെഡ്. അതായത് നമ്മളിപ്പോൾ 2026 വരാൻ പോവാണ്. ഇപ്പോൾ 2026 എനിക്ക് ഇന്ന പ്ലാൻസ് ഉണ്ട്, എനിക്ക് പല കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ട്. ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ലിസ്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവൻ്റെ ബുക്കിനകത്ത്. പക്ഷെ അതിനേക്കാളും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മളതെല്ലാം നമ്മളതിൻ്റെ പറ്റിയ പിക്ചേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റിയ ഫോട്ടോസ്, കോട്ട്സ്, ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മളൊരു എന്താ പറയുക, ഒരു ബോർഡോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എടുത്ത് ഒട്ടിക്കുകയോ കൊളാഷ് ഉണ്ടാക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് ഒരു ഫുൾ സെറ്റ് ഓഫ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഫോർ ദാറ്റ് ഇയർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് നമുക്കത് കാണാൻ പറ്റുന്ന എവിടെയെങ്കിലും വെക്കുന്നതിനെയാണ് നമ്മൾ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതാണ് എൻ്റെ ഈ കൊല്ലത്തെ വിഷൻ ബോർഡ്. അത് ഞാൻ നേരെ എൻ്റെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചേക്കാണ്. സോ ഞാൻ എപ്പോൾ ഈ റൂമിൽ തെക്ക് കിടന്നാലും എൻ്റെ കണ്ണിലുടക്കുന്നത് എൻ്റെ വിഷൻ ബോർഡാണ്. സോ നമ്മൾ റാൻഡംലി കുറേ പിക്ചേഴ്സ് എടുത്തൊരു പേപ്പറിൽ ഒട്ടിച്ച് നമ്മളത് വെച്ചാൽ അത് വർക്കാകും എന്നുള്ളതല്ല വിഷൻ ബോർഡിൻ്റെ ഐഡിയ. വിഷൻ ബോർഡ് ഷുഡ് ക്ലിയർലി അലൈൻ വിത്ത് യു. നിങ്ങൾക്ക് ഏറ്റവും വേണ്ട, നിങ്ങൾക്ക് അത്രയും താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങളെടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ ഗോൾസിൽ നിന്ന് തെന്നിപ്പോവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് സത്യം പറഞ്ഞാൽ വിഷൻ ബോർഡ്. അല്ലാതെ ഒരു പടത്തിൽ ഒരു സാധനം ഒട്ടിച്ച് വെച്ചാൽ അത് നടക്കും എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പടം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. അതായത് കുറച്ച് ഫിറ്റ് ബോഡി ഉണ്ടാക്കുന്ന ഒരു പടമാണത്. സോ ഈ പടം നോക്കിക്കൊണ്ടിരുന്ന ഞാൻ 4 നേരം വെച്ച് സ്വീറ്റ്സും അതും ഇതും ഒക്കെ കഴിച്ച് ഈ പടവും നോക്കിയിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ വിഷൻ ബോർഡിൽ അതുണ്ട്, എനിക്കത് വരും എന്ന് വിചാരിച്ചാൽ എനിക്കത് വരാൻ പോകുന്നില്ല. വിഷൻ ബോർഡിൽ ഓൺലി വർക്ക് ഇഫ് വി വർക്ക് ടുവേർഡ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കും, ഞാൻ എന്തായാലും പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വിഷൻ ബോർഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. വിഷൻ ബോർഡ് ഇസ് സംതിങ് ദാറ്റ് റിമൈൻഡ്സ് യു ഓഫ് യുവർ ഡ്രീം വെൻ യു ഡീവിയേറ്റ് ഫ്രം ദാറ്റ്. അതായത് നിങ്ങളൊന്ന് ട്രാക്ക് തെറ്റുമ്പോഴോ നിങ്ങളൊന്ന് ഡൗൺ ആകുമ്പോഴോ നിങ്ങളതൊന്ന് കാണുമ്പോൾ ദാറ്റ് വിൽ റിമൈൻഡ് യു, ഇതാണ് എൻ്റെ സാധനം, ഇതാണ് അൾട്ടിമേറ്റ്ലി ഞാൻ, ഇങ്ങോട്ടാണ് എൻ്റെ പാത എന്ന് നമുക്ക് തിരിച്ചറിയിക്കാൻ നമ്മൾ സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ റൂട്ടിലേക്ക് തന്നെ കീപ്പ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ഒരു സാധനം കൂടെയാണ് വിഷൻ ബോർഡ്. പിന്നെ നമ്മൾ ഈ വിഷൻ ബോർഡിലേക്ക് ഒരു ഗോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഗോൾസ് ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ടൈപ്പിലാണ് നമുക്ക് ഏറ്റവും പ്രൈമറിലി ഗോൾസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ലോങ് ടേം ഗോൾസ്, ഒന്ന് ഷോർട്ട് ടേം ഗോൾസ്. ലോങ് ടേം ഗോൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് മോനെ നിൻ്റെ അംബീഷൻ എന്താ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി എനിക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു ക്രിയേറ്റർ ആവണം എന്നൊക്കെ പറയുന്നത് ആ കൊച്ചു ഒരു 6, 7, 8 കൊല്ലം കഴിഞ്ഞ് ആ കൊച്ചിനെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനമാണ്. സോ അതൊരു ലോങ് ടേം ഗോളാണ്. അത് കുറേ കാലം കഴിഞ്ഞ് സംഭവിക്കാനുള്ള, അല്ലെങ്കിൽ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് സംഭവിക്കാനുള്ള ഒരു സാധനമാണ്. അതേസമയം ഈ ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുന്നത് ഒരു 6 മാസം, 3 മാസം, 1 കൊല്ലം, അല്ലെങ്കിൽ 1.5, 2 കൊല്ലത്തിലൊക്കെ ഉള്ളിൽ നമ്മൾ ഇന്ന ടൈം ഫ്രെയിം ഇട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ നടക്കണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഷോർട്ട് ടേം ഗോൾസ്. സോ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത് കൂടുതലും ഷോർട്ട് ടേം ഗോളാണ്. കാരണം നമ്മൾ ഈ ഒരു 2026 ഇങ്ങനെ, അല്ലെങ്കിൽ 2025 ഇങ്ങനെ എന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. സോ അതിൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ഷോർട്ട് ടേം ഗോൾസ് ആണ്. അതിപ്പോൾ എന്തും ആവാം. അതിപ്പോൾ നിങ്ങൾക്ക് വേറൊരാൾ കണ്ട ഇവർ എന്ത് റിഡിക്കുലസ് ആണ് ഇത് വിചാരിക്കുമോ എന്ന ആവശ്യം പോലും ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം, നമ്മൾ ഏതെങ്കിലും ഒരു മിഠായി കഴിക്കണം, അത് നമുക്കിവിടെ കിട്ടാത്തൊരു സാധനം, നമുക്ക് ആ ഒരു മിഠായി കഴിക്കണം നമുക്ക് ആഗ്രഹമെങ്കിൽ ആ ഒരു മിഠായിനെ വിഷൻ ബോർഡിൽ വെച്ചോ. സോ നമുക്കൊരു ലിമിറ്റ് ഇല്ല, നമുക്ക് എന്ത് വെക്കണം എന്നൊരു സാധനവും ഇല്ല. ഭയങ്കര എക്സ്ട്രീം കാര്യം വെച്ചാലോ ഭയങ്കര ചെറിയൊരു സാധനം വെച്ചാലോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി വാട്ട് യു വോണ്ട്. മാനിഫെസ്റ്റിംഗ് ആണ് നമ്മൾ ഇതിലൂടെ കംപ്ലീറ്റ്ലി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇത്തവണ വിഷൻ ബോർഡ് ഉണ്ടാക്കി. അപ്പോൾ ദിസ് ഇസ് വൈ ഐ ട്രസ്റ്റ് വിഷൻ ബോർഡ് സോ മച്ച്. ഇതാണ് എനിക്കിതിലേക്ക് ഇത്രയും ഒരു സാധനം വരാനുള്ള ഒരു എക്സാമ്പിൾ. ഞാൻ ഈ കൊല്ലം വിഷൻ ബോർഡ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ഒരു സാധനം വെച്ചു, ഐ വിൽ ഹാവ് 100K ഫോളോവേഴ്സ് ഓൺ ഇൻസ്റ്റാഗ്രാം. ഈ വിഷൻ ബോർഡ് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് 6000 ഫോളോവേഴ്സോ 7000 ഫോളോവേഴ്സോ എന്തോ ഉള്ളൂ. ആൻഡ് അപ്പോഴേക്കും തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് കുറച്ച് മാസമായിട്ടുണ്ട്, കുറച്ചധികം മാസമായിട്ടുണ്ട്. ആൻഡ് നമുക്ക് 6000 ഫോളോവേഴ്സോ ഉള്ളൂ. സോ ഞാൻ ഉണ്ടാക്കി വെക്കുമ്പോൾ ദാറ്റ് ഇസ് സംതിങ് റിയലി ബിഗ് ഓർ റിയലി ഫാർ അവേ. അപ്പം എൻ്റെ അനിയത്തി എന്നോട് ചോദിച്ചു, ഭയങ്കര ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിലൊന്നുമില്ല, തമാശ ഇങ്ങനെ ചോദിച്ചു, 100 കുറച്ച് കൂടുതലല്ലേ, ഒരു 20 30 ഒക്കെ വെച്ചാൽ പോരെ. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഇരിക്കട്ടെ എന്നിട്ട് ഞാൻ 100 വെച്ചു. കാരണം 100 ഇസ് എ വെരി ബിഗ് നമ്പർ. 1100 എന്ന് പറയുന്നത് എന്ത് വ്യത്യാസമാണ്. ആൻഡ് കൊല്ലം പോയി, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇങ്ങനെ കഴിഞ്ഞ് നവംബർ എത്തിയിട്ടോ. നവംബർ എത്തിയപ്പോൾ എനിക്ക് 19,000 ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ താഴേക്ക് പോകുന്ന ഒരു ലെവലിലേക്കും പോയി.
ഒരു നവംബർ 18 എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ 19 എന്നൊക്കെ താഴ്ന്ന് 17 പോയി. അപ്പം ഞാനിങ്ങനെ എന്നാലും എൻ്റെ മനസ്സിൽ എവിടെയോ ഉണ്ട് ഡിസംബറിനുള്ളിൽ സമയമുണ്ടല്ലോ 100 എന്നുള്ളത്. ഈ നവംബർ ആ പോയിന്റിൽ ഈ 19 17 ഞാൻ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഡിസംബർ 17 എനിക്ക് 135K ഫോളോവേഴ്സ് ഉണ്ട്. അതൊരു ഭയങ്കര ഡ്രാസ്റ്റിക് ജമ്പായിരുന്നു. എൻ്റെ അടുത്ത് ആൾക്കാർ 1-2 പേര് വന്ന് എവിടെ നിന്നാണ് ഫോളോവേഴ്സിന് മേടിക്കുന്നത്, അത് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്ന പോലെ ഭയങ്കര ഒരു ജമ്പ്. അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി. ആൻഡ് ഈ അവസാന നിമിഷത്തിൽ ഇത്രയും ഒരു ടേൺ ഓഫ് ഇവൻറ്റ്സ് എടുക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. സോ ദാറ്റ് ഈസ് ദി പ്രൂഫ് ദറ്റ് ഐ ക്യാൻ ടെൽ യു വിഷൻ ബോർഡ്സ് വർക്ക് ചെയ്യും. ആൻഡ് ചില സാധനങ്ങളല്ലേ ഇപ്പം ഞാനിപ്പോൾ ഒരു കൊല്ലത്തിലേക്ക് ഇട്ടു എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റിൽ തന്നെ നടക്കണം എന്നും നിർബന്ധമില്ല. മേ ബി അത് നിങ്ങൾക്ക് അടുത്ത കൊല്ലം വരാനിരിക്കുന്ന ഒരു സാധനമായിരിക്കാം. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ്ലി കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ തരും. പക്ഷേ ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് യൂണിവേഴ്സ് അത് നിങ്ങളുടെ കയ്യിൽ തരുന്നത് ഇസ് വെൻ യു ആർ റെഡി ടു ഹാവ് ഇറ്റ്. അല്ല നിങ്ങൾക്ക് അത് എപ്പോൾ വേണം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതല്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി അതിന് വേണ്ടി എപ്പോൾ റെഡി മെന്റലിയും ഫിസിക്കലിയും നിങ്ങൾ എപ്പോഴാണ് അത് കിട്ടിയാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇരിക്കുമെന്ന് യൂണിവേഴ്സിന് തോന്നുന്നോ അപ്പോഴേ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുള്ളൂ. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഡിലേ ആയി പോകുന്നത് നിങ്ങൾ കണ്ടാൽ അയ്യോ അതിന് എനിക്ക് കിട്ടില്ല, ഓ പോയി എന്നോർത്ത് നെഗറ്റീവ് ആവരുത്. ഒന്നെങ്കിൽ അത് എനിക്ക് വരാനുള്ള സമയമായിട്ടില്ല, അല്ലെങ്കിൽ മേ ബി അതല്ല അതിലും നല്ലത് എന്തോ എനിക്ക് വരാനുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ തള്ളിപ്പോകുന്നത് എന്ന് നമുക്ക് വിചാരിക്കാമല്ലോ. സോ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കും എന്ന് വിചാരിച്ച് നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴേ നമ്മുടെ വിഷൻ ബോർഡ് അൾട്ടിമേറ്റ്ലി വർക്കാവുള്ളൂ. സോ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഒരു അടുത്ത കൊല്ലത്തിലേക്കുള്ള ഗോൾസ് നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം. നമ്മളിപ്പോൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ റാൻഡംലി കണ്ട നല്ല ക്യൂട്ട് പിക്ചേഴ്സ് ഒക്കെ കൂട്ടി ഒരു വിഷൻ ബോർഡ് ആക്കിയാൽ അതല്ല നമ്മുടെ വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് ഷുഡ് ക്ലിയർലി അലൈൻ വിത്ത് അസ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ആദ്യം പദം തപ്പാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ഗോൾസ് നമുക്ക് എന്താണ് വേണ്ടതെന്ന കാര്യത്തിൽ നമുക്ക് ഒരു ക്ലാരിറ്റി വേണം. സോ നമ്മൾ ആദ്യം പോയി നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ദാറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ ഗോൾസ് എന്തൊക്കെയാണ് എൻ്റെ ഈ കൊല്ലത്തിലേക്കുള്ളത്, എൻ്റെ ഫിറ്റ്നസ് ഗോൾസ് എന്തൊക്കെയാണ് ഈ കൊല്ലത്തിലേക്കുള്ളത്, എൻ്റെ ഹെൽത്ത് ഗോൾസ് എന്തൊക്കെയാണ് ഈ കൊല്ലത്തിലേക്കുള്ളത്. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെയിം എന്ന് പറയാം, ഞാൻ ബ്യൂട്ടിയാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഒന്ന്, ബ്യൂട്ടി വേറൊരു ഗോൾസ്. പിന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് റിലേഷൻഷിപ്പ് വൈസ് നമുക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ട്രാവൽ ഗോൾസ് എന്തൊക്കെയാണ്. അങ്ങനെ നമുക്ക് പല കാറ്റഗറീസ് ഓഫ് ഗോൾസ് ഉണ്ടാവുമല്ലോ ഒരു മനുഷ്യന്. ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടില്ലാന്നെങ്കിലും കുറച്ച് ഔട്ട്ലൈൻ പരിപാടികൾ ഞാൻ ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഗോൾസ് ഒക്കെ ഇങ്ങനെ പല കാറ്റഗറിയിലുള്ളത് എഴുതി വെച്ചു. ആൻഡ് നമ്മൾ എന്നിട്ട് ആ ഓരോ ഗോൾസിനും അലൈനായ പിക്ചേഴ്സ് നമ്മൾ തപ്പുക എന്നുള്ളതാണ് കാര്യം. സോ അതിന് മുന്നേ ഞാൻ ഇത്തവണ കുറച്ച് ഒരു സാധനം ചെയ്തു. അതായത് ഞാൻ സാധാരണ പിക്ചേഴ്സ് തപ്പുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗുഡ് ഹെയർ, നല്ല ഹെയർ ഉള്ള ഒരു പെണ്ണിൻ്റെ മുടി തപ്പും, ഓക്കെ സെറ്റ്. നല്ല ബോഡിയുള്ള ഒരു പെണ്ണിൻ്റെ മുടി തപ്പും, ഓക്കെ സെറ്റ്. ഇതാണ് ഞാൻ നോർമലി ചെയ്യാറ്. പക്ഷെ ഇത്തവണ എനിക്ക് ഞാനൊരു വീഡിയോ കൊണ്ട് റാൻഡമായിട്ട് നിങ്ങളുടെ വിഷൻ ബോർഡ് എസ്തെറ്റിക് ആക്കാനല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ വിഷൻ ബോർഡ് മാക്സിമം നിങ്ങളിലേക്ക് അടുപ്പിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. സോ അത് അഗ്ലിസ്റ്റ് വിഷൻ ബോർഡ് ആയാലും കുഴപ്പമില്ല, യു ഷുഡ് സീ യുവർ സെൽഫ് ഇൻ യുവർ വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു റാൻഡം വീഡിയോ ഞാൻ കണ്ടു. അതിൽ ആ പെണ്ണ് പറഞ്ഞത് നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾ ഒരു ഭംഗിയുള്ള പെണ്ണിനെയല്ല നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ഒരു നല്ല ഭംഗിയുള്ള പെണ്ണിൽ നിങ്ങളുടെ തല വെട്ടിക്കും, എന്നിട്ട് നിങ്ങളെ കാണും അതിനകത്ത്. സോ ഇറ്റ് വിൽ ബി സം റാൻഡം സ്റ്റുപ്പിഡ് ആസ് ഫോട്ടോ, പക്ഷേ അൾട്ടിമേറ്റ്ലി ദാറ്റ് ഇസ് യു ഇൻ ദാറ്റ് ഫോട്ടോ എന്നവർ പറഞ്ഞു. അതുപോലെ തന്നെ അപ്പം ഞാൻ ഓർത്തു ഇത് കൊള്ളാം, പക്ഷെ എനിക്ക് എൻ്റെ തല വെട്ടിക്കുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് എന്ന് തോന്നി. അപ്പം നമുക്ക് AI ഉണ്ട്, ജെമിനി ഉണ്ട്, ChatGPT ഉണ്ട്, ഞാൻ കുറച്ച് ഇതുണ്ട്. ഇതാണ് എൻ്റെ കഴിഞ്ഞ കാലത്തെ വിഷൻ ബോർഡ്. ഇതൊക്കെയാണ് എൻ്റെ വാൾപേപ്പർ. നമുക്ക് ഇതെവിടെ കാണാൻ പറ്റുന്ന സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒന്ന് AI-യും ഞാനും തീരെ നല്ല ടേംസില്ല. ഞാൻ ഈ ചക്കയുടെ ഫോട്ടോ തരാൻ പറഞ്ഞ AI എനിക്ക് മാങ്ങയുടെ ഫോട്ടോ തരും. സോ ഈ സാധനം ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചു. ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ശരിയാക്കി വെക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. കാരണം ഈ വീഡിയോയുടെ കൂടെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്നൊന്നും ഈ വീഡിയോ എടുത്ത് കഴിയില്ല. കാരണം എനിക്കൊരു ഫോട്ടോ കൊടുക്കണമെങ്കിൽ അത്ര നേരം എടുക്കുമെന്ന് എനിക്കറിയാം. സോ ഞാൻ കുറച്ച് റാൻഡം ഫോട്ടോസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എൻ്റെ ഫോട്ടോ വിത്ത് ഇത്രയും നീണ്ട പനങ്കുല പോലത്തെ മുടി. പിന്നെ ഇതെൻ്റെ അയ്യോ ഇതൊക്കെ എൻ്റെ അനിയത്തിയായിട്ട് എന്നെ കളിയാക്കും. ഇതെൻ്റെ ഫോട്ടോ വിത്ത് നല്ല ഹെൽത്തി ബോഡി. ഇത് വീണ്ടും ഞാൻ നല്ല പ്രൊഫഷണലായിട്ട് വർക്കിന് പോകുന്ന ഞാൻ. ഇത് ഞാൻ ഹാപ്പി ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന ഞാൻ. അങ്ങനെ കുറച്ചധികം ഞാൻ. അയ്യോ ഒരു ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ. നോക്ക് ഹാപ്പി ആയിട്ടിരുന്ന് പടം വരയ്ക്കുന്ന ഞാൻ. അങ്ങനെ കുറേ ഞാനുകളുണ്ട്. ഈ എല്ലാ എന്നെയും എനിക്കവിടെ ആവശ്യമുണ്ട്. സോ ഇതിൽ ഈ ഫോട്ടോ ഒക്കെ ചിലപ്പോൾ ആരെങ്കിലും കണ്ട് നീ എന്തോ കാണിച്ചു വെച്ചേക്കുന്നത് നിർത്ത് നമ്മൾ കളിയാക്കാം.
പക്ഷെ അൾട്ടിമേറ്റ്ലി അതൊന്നും നമ്മൾ ബാധിക്കില്ല. കാരണം എനിക്ക് ഈ ഫോട്ടോസൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇപ്പം എൻ്റെ അനിയത്തി പണി കഴിഞ്ഞ് വരും, അവർ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ കളിയാക്കും, അയ്യോ എന്താ കാണിച്ചു വെച്ചേക്കുന്നത്. സ്പെഷ്യലി അതൊന്നും ബാധിക്കേണ്ട നമ്മളാണ്. നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മളെ കാണാൻ പറ്റണം എന്നുള്ളതാണ്. ആൻഡ് ഈ ഫോട്ടോസൊന്നും ഭയങ്കര എക്സാക്ട്ലി നമ്മളെ പോലെ ഇരിക്കണമെന്നില്ല. ഈ ഫോട്ടോ ഒക്കെ നോക്കി എന്ത് കോമഡിയാണ്, ഇതെന്ത് കോമഡിയാണ്, തലവിട്ട് ഇടിച്ചേക്കുന്ന പോലത്തെ ഫോട്ടോ അല്ലേ. പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് അത്രയും ഫിറ്റ് ആയിട്ടുള്ള ബോഡി വേണം. പക്ഷെ അതുകൊണ്ട് ഞാൻ വേറെ ആരും നോക്കേണ്ട കാര്യമില്ല, എനിക്ക് ആ ബോഡി കിട്ടിയാൽ മതി. അയ്യോ ഇത് കുറച്ച് ക്രിപ്പി ആയിട്ടുണ്ടോ എനിക്ക് സംശയം, എന്നാലും ഇരിക്കട്ടെ. സോ ഈ ഫോട്ടോസും ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വല്ലവരും കാണുന്നതിന് പകരം ഞാൻ എന്നെ കാണും അതിനകത്ത്. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വിൽ മേക്ക് എ ഡിഫറൻസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ ഫോട്ടോസ് തപ്പുക എന്ന് പറയുന്നത്, ഫോട്ടോസ് തപ്പാൻ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുക പിൻട്രസ്റ്റിനെയാണ്. ആൻഡ് ഇത്തവണ എനിക്ക് കുറച്ചധികം ഫോട്ടോസിന് ആവശ്യമില്ല. ഗേൾ വിത്ത് ഹെൽത്തി ബോഡി, ഗേൾ വിത്ത് ഹെൽത്തി ഹെയർ, ഇതൊന്നും എനിക്ക് സെർച്ച് ചെയ്യേണ്ട. കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള ഫോട്ടോസ്, അതായത് കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുടെ ഫോട്ടോസ്, കുറച്ച് ഞാൻ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എൻവയൺമെൻറ്റിൻ്റെ ഫോട്ടോസ്, നല്ല വീടിൻ്റെ ഫോട്ടോസ്, അങ്ങനത്തെ കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്താൽ മതി എനിക്ക് ഇത്തവണ, ടെക്നിക്കലി സ്പീക്കിംഗ്. കാരണം ബാക്കി എൻ്റെ തലേൻ്റെ ഫുൾ ഫിഗർ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ. ഈ വിഷൻ ബോർഡ് കണ്ടു, ഈ വിഷൻ ബോർഡിൽ ക്ലോക്ക്, ഈ ക്ലോക്കിൻ്റെ അർത്ഥം എന്താ, കൊച്ചിന് എല്ലാ ദിവസവും രാവിലെ എണീക്കണം എന്നുള്ളത്. ഇതെൻ്റെയും വിഷൻ ബോർഡിലുണ്ട്. സോ ഞാൻ ഇത്തവണത്തെ എൻ്റെ വിഷൻ ബോർഡിൽ കുറച്ച് നേരത്തെ എണീക്കുന്ന അലാറം ക്ലോക്കിൻ്റെ ഫോട്ടോസ് വെക്കും. അല്ലെങ്കിൽ ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നല്ല ഫുഡിൻ്റെ ഫോട്ടോ വെക്കും. ആൻഡ് ഇപ്പോൾ എനിക്ക് കുറച്ച് സ്ഥലം കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പാരീസിൽ പോകണം എന്ന്, ഈ കൊല്ലം ഞാൻ പാരീസിൽ പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പാരീസിലൊരു ഫോട്ടോ വെക്കും. സോ എനിത്തിങ് ആൻഡ് എവറിത്തിങ് യു വോണ്ട്, അതാണ് അൾട്ടിമേറ്റ്ലി വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. സോ ഈ ഫോട്ടോസൊക്കെ അലൈൻ ചെയ്ത് കൊളാഷ് ആക്കാനായിട്ട് നമുക്ക് പല രീതിയുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ക്യാൻവയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊളാഷ് ആക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ റാൻഡം പിക്ചേഴ്സ്, നമുക്കിത് ഫിസിക്കലായിട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ റാൻഡം പിക്ചേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു ബോർഡ് അല്ലെങ്കിൽ ഒരു ക്യാൻവാസിൻ്റെ ബോർഡോ ഒരു കാർഡ് ബോർഡോ എന്തെങ്കിലും വാങ്ങി നമുക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്ത് നമ്മളത് സെറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് ഞാൻ സെറ്റാക്കി വെച്ചേക്കുന്ന ഒറ്റ ഷീറ്റ് ഓഫ് പേപ്പർ A3 ആയിട്ട് പ്രിന്റ് എടുത്ത് ഇങ്ങനെ ഒട്ടിക്കുന്നതാണ് എനിക്ക് താല്പര്യം. സോ ഞാൻ ഇത്തവണയും അത് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇനി നിങ്ങൾക്കിപ്പോൾ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയില്ല, അയ്യോ ഞാനിത് എങ്ങനെ എഡിറ്റ് ചെയ്യും എന്നുള്ള സംശയമൊക്കെ ഉണ്ടെങ്കിൽ വിഷൻ ബോർഡിൻ്റെ ടെംപ്ലേറ്റ്സ് ധാരാളം അവൈലബിൾ ആണ്. വിഷൻ ബോർഡ് ടെംപ്ലേറ്റ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യോ, വിഷൻ ബോർഡ് ടെംപ്ലേറ്റ്സ് എന്ന് ക്യാൻവയിൽ സെർച്ച് ചെയ്യോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിറയെ ടെംപ്ലേറ്റ്സ് കിട്ടും. ആ ടെംപ്ലേറ്റ്സിനകത്ത് ഫോട്ടോസ് നമുക്ക് വേണ്ട ഫോട്ടോസായിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. ഇതിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ തന്നെ ഇത് വർക്കാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം, ആ സാധനം ഉണ്ടാക്കിയാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം, നമുക്ക് വേണ്ട സാധനമാവണം, അത്രേ ഉള്ളൂ. സോ ഇത് ഓൾറെഡി എൻ്റെ ഉള്ള കൊളാഷാണ്. ആൻഡ് ദാറ്റ് ഇസ് 2025 എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി വെച്ച കൊളാഷ്. ആൻഡ് ഇതിൽ ഇപ്പം എന്താ പറയുക, എനിക്ക് യൂട്യൂബിൽ സിൽവർ ബട്ടൺ കിട്ടിയില്ല. എൻ്റെ ഒരു കാൽക്കുലേഷനിൽ അത് ഒഴിച്ച് ബാക്കി, അതുപോലെ ഞാനൊരു വലിയ ബാത്തബിളുള്ളൊരു വീട്ടിലേക്ക് മാറിയില്ല. ഈ 2 കാര്യം ഒഴിച്ച് എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ വിഷൻ ബോർഡിൽ എല്ലാം തന്നെ നടന്നിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പം ഞാൻ ഈ ടെംപ്ലേറ്റ് തന്നെ എഡിറ്റ് ചെയ്ത് എനിക്ക് ഇത്തവണ വേണ്ട ടെംപ്ലേറ്റിലേക്ക് മാറ്റാം എന്നാണ് വിചാരിക്കുന്നത്. രണ്ടാമത്തെ ഒരു വിഷൻ ബോർഡ് അങ്ങനെ ഉണ്ടാക്കേണ്ട, കാരണം ഇതിപ്പോൾ എനിക്ക് നേരെ ഫോട്ടോസ് റീപ്ലേസ് ചെയ്താൽ മതി, എനിക്കത് മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണ് നമ്മുടെ പിൻട്രസ്റ്റ് ആപ്പ്. സോ നമ്മൾ പിൻട്രസ്റ്റിൽ പോയിട്ട് നമുക്ക് വേണ്ട സാധനം നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലാം ക്ലോക്ക് ഓഫ് വേക്കിംഗ് അപ്പ് ഏർലി, ഇത് കണ്ടു, ഇതൊരു നല്ല ഫോട്ടോ ആണ്. സോ എൻ്റെ ഉദ്ദേശം രാവിലെ കുറച്ച് നേരത്തെ എണീക്കുക എന്നുള്ളതാണെങ്കിൽ ഞാൻ ഈ ഫോട്ടോ നേരെ അങ്ങ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഡൗൺലോഡ്. കുറച്ചധികം വായിച്ചു തുടങ്ങണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഹാപ്പി ആയിട്ട് ബുക്കൊക്കെ വായിച്ച് ചില്ല് ചെയ്യുന്ന ഒരു വീഡിയോ. ഓക്കെ, ഇതൊരു ക്യൂട്ട് ഫോട്ടോ ആണ്, നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ വിഷൻ ബോർഡിൻ്റെ പല ടെംപ്ലേറ്റ്സ് ആണ്. എന്തോരം ടെംപ്ലേറ്റ്സാണ് വിഷൻ ബോർഡിനുള്ളത്. ടെംപ്ലേറ്റ്സിൽ പോയി വിഷൻ ബോർഡ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷൻ ബോർഡ് അവിടെ നേരെ ഉണ്ടാക്കാം. നമുക്ക് ഈ ഫോട്ടോസൊക്കെ നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഞാൻ ഇവിടെ നിന്ന് ഇതിനെ കൊണ്ടുപോയി ഈ ഫോട്ടോയ്ക്ക് വരെ എനിക്ക് ആ ഫോട്ടോ വേണം, ഈ ഫോട്ടോയ്ക്ക് വരാം എനിക്ക് ഈ ഫോട്ടോ വേണം. സോ നിങ്ങളുടെ പടങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട പോലെ ഒരു കൊളാഷ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വിഷൻ ബോർഡ് സെറ്റായി എന്ന് പ്രഖ്യാപിക്കാം. ഇനി നമുക്കിത് വാൾപേപ്പറായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ബാക്കിയായിട്ട് കിടപ്പുള്ളൂ. സോ അത് നമ്മൾ വാൾപേപ്പറായിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടിച്ച് വെക്കുക, വാട്ട് എവർ ഇസ് വർക്കിംഗ് ഫോർ യു, അത് മതി. സോ ഞാനിപ്പോൾ ഇത് വാൾപേപ്പർ ആക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കുമ്പോൾ നിങ്ങളിത് കാണുന്ന ആൾക്കാർ നിങ്ങളെ കളിയാക്കും അയ്യോ എന്നൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഡോണ്ട് വറി, നിങ്ങളിത് കാണണം എന്ന് മാത്രമല്ല, നമ്മളിത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലല്ലോ. അൾട്ടിമേറ്റ്ലി ഇത് നമുക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഡസൻറ്റ് മാറ്റർ. പക്ഷേ നിങ്ങളിത് എവിടെയെങ്കിലും മടക്കി പോയിട്ട് വെച്ച് അടുത്ത കൊല്ലം കാണുന്ന രീതിയിൽ മാത്രം വെക്കാതിരിക്കുക. നിങ്ങളിത് എന്നും കാണുക, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, ലൈക്ക് റിയലൈസ് ദാറ്റ് ഇറ്റ് ഇസ് യുവർ റിയാലിറ്റി.
നിങ്ങളത് നിങ്ങളുടെയായിട്ട് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ അൾട്ടിമേറ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എല്ലായിടത്തും എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഒട്ടിച്ചു വെച്ചത് തന്നെ ഞാൻ എന്നെ കാണുമ്പോൾ ഞാൻ എന്നെ ഇങ്ങനെ കാണണം, ഇതാണ് ഞാൻ എന്ന് കാണുന്നതാണ്. അല്ലാണ്ട് ഞാൻ 2026 എപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ ആകുമായിരിക്കും എന്ന് ഞാൻ ഡ്രീം ചെയ്യല്ല. ഇതാണ് ഞാൻ എന്ന് വിശ്വസിച്ചങ്ങനെ ജീവിക്കുക. ആൻഡ് അൾട്ടിമേറ്റ്ലി ദാറ്റ് വിൽ കം ടു യു വെൻ ഇറ്റ്സ് ടൈം എന്ന് നമ്മൾ വിശ്വസിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഹാപ്പി ആയിട്ട് എല്ലാവരും വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ബൈ.